ഇരിക്കുന്നു. അതുപോലെ പ്രാർത്ഥനയോടെ നമുക്ക് യൂദാലേഖന പഠനത്തിലേക്ക് പ്രവേശിക്കാം. യൂദാലേഖനത്തിലെ 1-2 വാക്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തു. 3-ാം വാക്യം കഴിഞ്ഞ ആഴ്ചയിൽ വായിപ്പാൻ പൊതുവിലുള്ള രക്ഷ, കോമൺ സാൽവേഷൻ, രക്ഷ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ദൈവാത്മാവ് അനുസരിച്ച് പഠിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. രക്ഷയുടെ 3 സ്റ്റേറ്റുകളെ കുറിച്ച് 3 സ്റ്റെപ്പുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലേ? ഒരു മനുഷ്യനിൽ ആത്മാവ്, പ്രാണൻ, ദേഹം എന്നീ 3 ഘടകങ്ങളുണ്ട്. ഈ ഏകനായ ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാം ദൈവം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ഇങ്ങനെ വായിക്കുന്നു. ഇങ്ങനെയാണ് പറഞ്ഞത്, വരുവീൻ. ഇല്ല, പ്ലൂറൽ ഫോമിലാണ് പറഞ്ഞിരിക്കുന്നത്. വരുവീൻ, നാം ഇറങ്ങിച്ചെന്നു. നാം എന്ന് പറയുമ്പോൾ പിതൃപുത്രൻ പരിശുദ്ധാത്മാവാം ഏക ദൈവം. നാം ഇറങ്ങിച്ചെന്ന് നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാം ദൈവം ഏതൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്ന് ദേഹം, ദേഹി, ആത്മാവിൽ 3 ഘടകങ്ങളോടുകൂടി മനുഷ്യനെ സൃഷ്ടിക്കാനിടയായിട്ടുണ്ട്. മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് മുഴുവൻ ആളത്വത്തിന്റെയും വീണ്ടെടുപ്പാണ്. അതായത് ആത്മാവിന്റെ വീണ്ടെടുപ്പ്, പറഞ്ഞോ, നമ്മുടെ ആത്മാവ് നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ നിയമത്താൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ആ നിയമത്തിന്, ആ ഉഭയസമ്മതത്തിന് നാം ഏൽപ്പിച്ചു കൊടുത്തോ നമ്മുടെ ആത്മാവ് രക്ഷപ്പെട്ടു. അതിക്രമങ്ങളിലും ഭാവങ്ങളിലും നിങ്ങളെ ഉയർപ്പിച്ചു. നഷ്ടപ്പെട്ട ദൈവിക ബന്ധം റീസ്റ്റോർ ചെയ്യുവാൻ, റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ, പുനഃസ്ഥാപിക്കപ്പെടുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ ഇടയായി. നമ്മുടെ ആത്മാവ് രക്ഷപ്പെട്ടു, നമ്മുടെ പ്രാണൻ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ ശരീരം രക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ രക്ഷപ്പെടുകയും. നാം ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാനപരമായി രക്ഷയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് പഠിക്കുവാനിടയായിത്തീർന്നു. പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും എല്ലാ മെറ്റീരിയൽസും കളക്ട് ചെയ്ത് അതിനുവേണ്ടി താൻ പരിശ്രമം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ മറ്റൊരു സ്ഥലത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുവാൻ, നിയന്ത്രിക്കുവാനിടയായി, വഴിതിരിച്ചു വിടുവാനിടയായി. ദൈവാത്മാവ് നീ ഇപ്പോൾ പൊതുവിലുള്ള രക്ഷയെ കുറിച്ചല്ല എഴുതേണ്ടത്. നീ എഴുതേണ്ടത് വിശ്വാസത്തിന് വേണ്ടി പോരാടണം, അതിനെക്കുറിച്ച് അവരെ പ്രബോധിപ്പിക്കണം. സ്തോത്രം. നമുക്കറിയാം, ദൈവത്തിന്റെ ആത്മാവ് ശുശ്രൂഷയെ വഴിതിരിച്ചു വിടാറുണ്ട്. ആമേൻ. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ആസ്തയിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു വിലക്ക് യൂദയിൽ ഉണ്ടായി. നീ രക്ഷയെക്കുറിച്ചല്ല ഇപ്പോൾ എഴുതേണ്ടത്, നീ വിശ്വാസത്തെ കുറിച്ചാണ്. ആ വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ജനത്തെ അറിയിക്കണമെന്ന് ദൈവം തന്റെ ഹൃദയത്തിൽ തോന്നിപ്പിക്കുവാനിടയായിരിക്കുന്നു. അങ്ങനെ തന്റെ ദൂത് വഴിമാറി ദൈവഹിത പ്രകാരം വിശ്വാസം എന്നുള്ള വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ആ വാക്യം ഒന്നുള്ള വായിക്കണം. നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ച് എഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നിപ്പിച്ചു എന്നാണ് ശരിയായ ഭാഷാന്തരം. തോന്നുകയല്ല, ദൈവത്തിന്റെ ആത്മാവ് ചെയ്തു, തോന്നിപ്പിച്ചു. സ്തോത്രം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി, എല്ലാവരും ശ്രദ്ധിക്കണം, ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക. സ്തോത്രം. വിശ്വാസം എന്നുള്ള വിഷയത്തെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറയുന്നുണ്ടായി. വിശ്വാസം 2 തരത്തിലുണ്ട്. ഒന്ന് ഡോക്ട്രിനൽ ഫെയ്ത്ത്, മറ്റൊന്ന് പേഴ്സണൽ ഫെയ്ത്ത്. ഡോക്ട്രിനൽ ഫെയ്ത്ത് അഥവാ ഉപദേശപരമായ വിശ്വാസം, 2 വ്യക്തിപരമായ വിശ്വാസം. ഉപദേശപരമായ വിശ്വാസം എന്ന് പറയുമ്പോൾ പെന്തക്കോസ്തരായ ദൈവമക്കളുടെ വിശ്വാസം ഒന്നാണ്. സ്തോത്രം. എന്നാൽ വ്യക്തിപരമായ വിശ്വാസം എന്ന് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വിശ്വാസത്തിന്റെ അളവ് വെവ്വേറെയാണ്. തിരുവനന്തപുരം പറയുന്നത് ഓരോരുത്തരും വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ. അതുകൊണ്ടാണ്
ശിഷ്യന്മാർ കർത്താവിനോട് പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. അത് പേഴ്സണൽ ഫെയ്ത്തിനെ കുറിച്ചാണ്. അത് നമുക്ക് എന്തുമാത്രം വിശ്വാസം ഉണ്ട് എന്ന് വിശ്വാസത്തിന്റെ ടെസ്റ്റ് വരുമ്പോൾ, പരിശോധന വരുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ സ്മൂത്തായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തെ പിടിച്ചു കൊടുക്കുന്ന പ്രതിസന്ധികൾ, ചില തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടങ്ങൾ, ദൈവാശ്രയവും ദൈവഭയവും ദൈവഭക്തിയൊക്കെ വെളിപ്പെടുത്തേണ്ട വിഷയങ്ങൾ, ഇതൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് നമ്മിൽ എത്രമാത്രം വിശ്വാസമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നത്. നിങ്ങൾ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. സ്തോത്രം. ഈ ചെറിയവരും വലിയവരും എന്ന് പറയുന്നത് ഒരു 100 കിലോ വെയിറ്റും 6 അടി പൊക്കമുള്ളവനും 50 കിലോ വെയിറ്റുള്ളവനും 5 അടി പൊക്കമുള്ളവനും തമ്മിൽ വ്യത്യാസമല്ല. വിശ്വാസത്തിൽ 40 വർഷം പഴക്കമുള്ളവനും 4 വർഷം പഴക്കമുള്ളവനും തമ്മിൽ വ്യത്യാസമല്ല. ഞാൻ പഠിച്ചിടത്തോളം അതിന് വിശ്വാസത്തിന്റെ അളവനുസരിച്ചാണ് ഇവിടെ ചെറിയവരും വലിയവരും എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവാശ്രയത്തിന്റെയും വിശ്വാസത്തിന്റെയും അളവനുസരിച്ചാണ്. അപ്പോൾ നാം പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഫെയ്ത്തിനെ കുറിച്ചല്ല. നാം പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഡോക്ട്രിനൽ ഫെയ്ത്തിനെ കുറിച്ചാണ്. പേഴ്സണൽ ഫെയ്ത്തിനെ കുറിച്ച് ഞാനൊരു ദിവസം നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, മാക്സിമം നിങ്ങളെ കഴിയുന്നിടത്തോളം എല്ലാ യോഗങ്ങളിലും സംബന്ധിക്കാൻ നിങ്ങൾ ഉത്സാഹമുള്ളവരായാൽ ആമേൻ, ദൈവത്തിന്റെ ആത്മാവ് നിയോഗം നൽകി തരുന്ന ദൂതുകളൊന്നും നിങ്ങൾക്ക് നഷ്ടമായി പോകത്തില്ല. കാരണം 10 പേരോടായാലും 250 പേരോടായാലും ദൈവം തന്ന ദൂത് അതാത് സമയം അറിയിച്ചുകൊണ്ടേയിരിക്കും. അതിന് സമയത്തുള്ള ദൂതാണ്. ആരെങ്കിലും അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അത് അവരവർക്കുണ്ടാകുന്ന നഷ്ടമാണ്. അതുകൊണ്ട് അവസരം കണ്ടെത്തി ആത്മീയ യോഗങ്ങളിൽ സംബന്ധിച്ച് ദൈവവചനം പഠിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഈ ദൈവസഭയിലെ വിശ്വാസികളെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്വാഗതം. ഇവിടെ നമ്മൾ പഠിക്കുവാൻ പോകുന്ന വിഷയം ഡോക്ട്രിനൽ ഫെയ്ത്ത്, ഉപദേശപരമായ വിശ്വാസമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൽ ആരാധിക്കുന്ന എല്ലാ ദൈവമക്കളുടെയും വിശ്വാസം, ഉപദേശപരമായ വിശ്വാസം ഒന്നാണ്. അതിന് വ്യത്യാസമില്ല. നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. Ephesians chapter 4 verses 4 to 6. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. there is only one hope. ഒരൊറ്റ പ്രത്യാശ. only one hope. ഏക പ്രത്യാശ. എന്താണ് നമ്മുടെ പ്രത്യാശ? എന്താണ് നമ്മുടെ പ്രത്യാശ? ഇവിടുത്തെ വെട്ടപ്പാടും കൂടുതലെല്ലാം കഴിഞ്ഞ് നാട്ടിൽ പോയി 10 സെന്റ് വസ്തു വാങ്ങി ഒരു നല്ല വീട് വെച്ച് ഒരു കാറൊക്കെ വാങ്ങി കുറെ നാൾ ചെയ്യുക, സ്വസ്ഥമായിട്ട് കഴിയുക. അതാണ് ഗൾഫ് മലയാളികളുടെ പ്രത്യാശ. ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. പക്ഷെ അതിനപ്പുറം നമുക്കൊരു പ്രത്യാശ. എന്താണ് നമ്മുടെ പ്രത്യാശ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിയത്. അതാണ് നമ്മുടെ ഏക പ്രത്യാശ എന്ന് പറയുന്നത്. ഏക പ്രത്യാശ. ശരീരമുണ്ട്. ബോഡി. ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത് സഭയാകുന്ന ശരീരമാണ്. ഒരു സഭ, ഒരു പ്രത്യാശ, ഒരു സഭ. ആത്മാവ് ഒന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്ന്. നമ്മുടെ എല്ലാവരുടെയും യജമാനൻ, ലോർഡ്, പ്രഭു ഒരാള്. there is only one faith. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം ഒന്ന്. സ്നാനം ഒന്ന്. സ്നാനം പലതുണ്ട്, നമ്മൾ പഠിക്കും. കുടിശ്ശേരി സ്നാനമുണ്ട്, കളിക്കൽ സ്നാനമുണ്ട്, മുതിർന്ന സ്നാനമുണ്ട്, മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനമുണ്ട്, പല സ്നാനമുണ്ട്. പക്ഷേ വേദപുസ്തക അടിസ്ഥാനത്തിൽ സ്നാനം ഒന്ന്. ഏതാ? വിശ്വാസ സ്നാനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശ്വസിച്ച് മുഴുവൻ സ്നാനം വയ്ക്കുന്ന സ്നാനം ഒന്ന്. എല്ലാവർക്കും മീതിലുള്ളവനും എല്ലാവരും കൂടി വ്യാപിക്കുന്നവനും എല്ലാവരും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായ ദൈവവും ഒരുവൻ. സ്തോത്രം. അപ്പൊ ഒന്ന് ഒന്ന് ഒന്ന്. there is only one എന്ന് പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം ചിന്തിക്കുവാൻ നമ്മുടെ ഈ ക്ലാസ്സിൽ സമയമില്ല. ഈ പർട്ടിക്കുലർ ടോപ്പിക്ക് there is only one faith. ഒരു വിശ്വാസം. സ്തോത്രം. എന്താ വിശ്വാസം? എന്താ വിശ്വാസം?
പെന്തക്കോസ്ത് വിശ്വാസം. സ്തോത്രം. ഈ വിശ്വാസത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പോരാടണം. ഒന്നുകൂടെ പറഞ്ഞാൽ പോരാടി സംരക്ഷിക്കണം. നമുക്കറിയാം, നമ്മുടെ അതിർത്തിയിൽ ധാരാളം പട്ടാളക്കാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? കാർഗിൽ യുദ്ധം നിങ്ങൾക്ക് ഓർമ്മമാണ്. അവിടെ നുഴഞ്ഞവേറ്റക്കാർ ധാരാളമായി. അതുകൊണ്ട് അതിർത്തിയിൽ പ്രൊട്ടക്ഷൻ വളരെ ശക്തമാക്കി. അവിടെ കോടിക്കണക്കിന് രൂപ മുടക്കി പട്ടാളക്കാരെ ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം അതിർത്തി എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. പാകിസ്ഥാൻ പട്ടാളത്തോട് പോരാടി എന്തിനെ സംരക്ഷിക്കുക? ഇന്ത്യയുടെ അതിർത്തി സംരക്ഷിക്കുക. സ്തോത്രം. ഇത് മാർക്കറ്റിൽ 5 രൂപയുടെ മുളക് മേടിച്ചിട്ട് 50 പൈസയ്ക്ക് അരിയുണ്ടാക്കുന്ന വഴക്കുണ്ടാക്കുന്ന കാര്യത്തിൽ പറയുന്നത്. ലൗകികമാകുന്ന കാര്യങ്ങളിൽ പല വിഷയങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ഭയങ്കര പോരാട്ടം യുദ്ധം നടത്താറുണ്ട് നിസ്സാരമായ കാര്യങ്ങൾ. ഇന്നത്തെ സഭകളിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നതിനേക്കാൾ കൂടുതൽ സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി ചെയ്യുക. പോരാടുകയാണ്. പ്രാർത്ഥനയ്ക്ക് പോരാടുന്നു, പാട്ടിന് പോരാടുന്നു, പ്രസംഗത്തിന് പോരാടുന്നു. എവിടെയും എന്താ? പോരാട്ടമാണ്. സ്തോത്രം. ഓരോരുത്തരേക്ക് പോരാട്ടം കാരണം ഓരോരോ നിലവാരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്ത് പാടുപെട്ടെന്നറിയോ? ഞാനിങ്ങനെ ചിന്തിക്കാറിയായിരുന്നു. ഇപ്പൊ പ്രാർത്ഥന ഒരാളെ കൊണ്ട് നടത്തി ആശീർവാദം വേറൊരാളെ കൊണ്ട് നടത്തുന്നു. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ആശീർവാദം 3 ആക്കാൻ സാധ്യത. ഒരാൾ പറയും പിതാവിന്റെ എന്ന്, വേറൊരാൾ പറയും പുത്രന്റെ, ഏറ്റവും സീനിയർ മോഹൻ പറയും പരിശുദ്ധാത്മാവിന്റെ. ആൾ കൂടുതലാണെങ്കിൽ പിന്നെ നിങ്ങളോടുകൂടി ഇരിക്കട്ടെ എന്ന് പറയും. ആ നിലവാരത്തിൽ കാര്യങ്ങളൊക്കെ തിരിച്ചുവിടുന്ന സ്ഥിതികൾ അനുക്രമിച്ചിരിക്കുക. കാരണം അത്രത്തോളം എന്താണ്? പോരാട്ടമാണ്. പ്രസംഗിക്കാൻ പോരാട്ടം, പ്രാർത്ഥിക്കാൻ പോരാട്ടം, ആശീർവാദം പറയാൻ പോരാട്ടം, 24 നടത്താൻ പോരാട്ടം. ഇതൊക്കെ വിശ്വാസിവാദികളോട് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ലീഡർഷിപ്പ് നടക്കുന്ന പോരാട്ടങ്ങളാണ്, അല്ലേ? ജാതികളുടെ ഇലക്ഷനേക്കാൾ വളരെ കഷ്ടമായ നിലയിലാണെന്ന് ഇലക്ഷൻ നടക്കുന്നത്. എന്റെ നേതാവാക്കാമെങ്കിൽ ഞാൻ 100 പേർക്ക് വീട് വെച്ച് കൊടുക്കാം, സപ്ലിമെന്റുകളൊക്കെ ഇനി ഇറങ്ങും. ഇങ്ങനെ പലതരത്തിലുള്ള പോരാട്ടങ്ങൾ നടക്കുമ്പോൾ വേദോക്തം പറയുന്നത് സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും അധികാരങ്ങൾക്കും ശുശ്രൂഷയ്ക്കും വേണ്ടിയുള്ള പോരാട്ടമല്ല. അതെല്ലാം ആരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം, എങ്ങനെ പോകണം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ കാരണമായി നിന്നാൽ മതി. നമ്മുടെ കൈകൊണ്ട് നടക്കണം, നമ്മുടെ കൈകൊണ്ട് നടക്കും. നമ്മൾ പറയേണ്ടത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യും. അതാ എന്റെ വ്യക്തിപരമായ തീരുമാനം എന്ന് പറയുന്നത്. അല്ലേ? നമ്മൾ പോരാടേണ്ട വിഷയം എന്ന് പറയുന്നത്, നമ്മൾ യുദ്ധം ചെയ്യേണ്ട, ഫൈറ്റ് ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതാണ്. ഈ വിശ്വാസത്തെ ക്വാളിഫൈ ചെയ്ത് 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്. യൂദാലേഖനം 20-ാം വാക്യവും 2 പീറ്റർ 1:1. 2 പത്രോസ് 1:1. ഈ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. അതിവിശുദ്ധ വിശ്വാസം, നമ്മുടെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. 2 പീറ്റർ 1:1. വിലയേറിയ വിശ്വാസം. ആമേൻ. പേഴ്സണൽ ഫെയ്ത്തിലേക്ക് വരുമ്പോൾ നിറഞ്ഞ വിശ്വാസമുണ്ട്, വലിയ വിശ്വാസമുണ്ട്, നിർമ്മിയായ വിശ്വാസമുണ്ട്. അതൊക്കെ വ്യക്തിപരമായ വിശ്വാസത്തിലേക്ക് കടക്കുമ്പോൾ ഉപദേശപരമായ വിശ്വാസത്തിന്റെ 2 പേരുകളാണ് അതിവിശുദ്ധ വിശ്വാസവും വിലയേറിയ വിശ്വാസവും. ഇത് നമ്മുടെ മേലിരിക്കുക, ഭാരമേൽപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ഭൂമിയിൽ പെന്തക്കോസ്ത് സഭ ആരംഭിച്ചത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലുള്ള വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് സഭയാണ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, പുത്രൻ തമ്പുരാൻ പിതാവിന്റെ അടുത്ത് പോയി വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്നവരെ വാങ്ങി അയച്ചു. 120 പേർ അടങ്ങുന്ന ഒരു സംഘം കൂടിയിരുന്നു. അവിടെ നാം വായിക്കുന്നു, അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. സ്തോത്രം. അങ്ങനെ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവരുടെ മേൽ, ഓരോരുത്തർക്ക് ഓരോ ഫ്ലെയിം വീതം. സ്തോത്രം. ഓരോ നാവ് പിളർന്നിരിക്കുന്ന അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന ഓരോ ഫ്ലെയിം, ഓരോ നാവ് എന്ത് ചെയ്തു?
ഓരോരുത്തരും പേരും പറഞ്ഞു. അവിടെ കൂടിയിരുന്ന പ്രാർത്ഥിക്കുന്നതിൽ യേശുവിന്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു. ആദ്യത്തെ ബന്ധുബസ്സുകാരിയുടെ ലിസ്റ്റിൽ ആരുണ്ട്? മറിയുണ്ട്. സ്തോത്രം. അതൊക്കെ ആ ഭാഗങ്ങൾ 1-2 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിരിക്കും. അവർ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ആളുകൾ പരിഹസിച്ചു. പുതുമീൻ കുടിച്ച് മക്തരായിട്ട് അതൊന്നും പറയാമെന്ന് പറഞ്ഞു. പത്രോസ് 11 എഴുന്നേൽക്കുന്ന ഒരു പ്രസംഗം തുടങ്ങി. സ്തോത്രം. ഏത് യഹൂദന്മാരുടെ മുമ്പിൽ ഞാൻ യേശുവിനെ അറിയുന്നില്ല, ഏത് ബാല്യക്കാരുടെ മുമ്പിൽ നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് തലേ കഴിച്ച് പ്രാപിയ പത്രോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്റെ മേൽ വ്യാപരിച്ചപ്പോൾ ഒരു പ്രത്യേക ധൈര്യവും ബലവും തന്നിട്ടുണ്ടായി. എല്ലാ ഭയവും ഭീരുത്വവും മാറിയിട്ട് ആ യഹൂദന്മാരുടെ മുമ്പിൽ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഇസ്രായേലിനൊക്കെയും അറിയുള്ളത്. ആ പ്രസംഗം കേട്ടപ്പോൾ കേട്ടവരെ ഹൃദയത്തിൽ ചെയ്തു കുത്തുകൊണ്ടു. യഹൂദന്മാരുടെ 4ാമത്തെ പെരുന്നാളായ പെന്തക്കോസ്ത് പെരുന്നാൾ കൂടുവാൻ പല സ്ഥലങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർ എല്ലാവരും എത്തിയതിൽ ഒന്നിച്ചുകൂടി സമയമായതുകൊണ്ട് വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. സ്വന്തം പ്രസംഗം കേട്ടപ്പോൾ ചെയ്തു ഹൃദയത്തിൽ കുത്തുകൊണ്ടു. മുമ്പൊരിക്കലും ഓർമ്മിപ്പിച്ചതുപോലെ ദൈവം കേൾക്കുമ്പോൾ ഒന്നുകിൽ കുത്തു, ഇല്ലേ കാട്ടും. രണ്ടിലൊന്നും എന്ത് ചെയ്യും? നടക്കും. സ്വന്തം കുത്തുകൊള്ളുമ്പോൾ രക്ഷപ്പെടാൻ ഒറ്റ മാർഗം മാനസാന്തരത്തിലാണ്. സ്വന്തം ആമേൻ. കത്തുമ്പോൾ ആത്മഹത്യയിലേക്ക് ആരാധിക്കണം. ആമേൻ. യേശു ക്രിസ്തു ആമേൻ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് തിരുവെടുത്ത് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഉള്ള കത്തിക്കൊണ്ടിരിക്കാനായിട്ടുള്ളൂ. വചനം കൊണ്ട് അതിലേക്ക് കയറുമ്പോൾ ആ അനുഭവമുള്ള അതേ ആത്മാവും അതേ വിശ്വാസം. ഞാൻ പറയുന്ന വിശ്വാസവും ആ പ്രമാണം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പ്രമാണം കേൾക്കുമ്പോൾ അതും കത്താൻ തുടങ്ങും. അതായത് ഞാൻ പഠിപ്പിക്കുന്ന ഉപദേശത്തിന് വിരുദ്ധമായ ഉപദേശമാണ് നിങ്ങൾ അകത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ അകത്ത് കുത്താൻ തുടങ്ങും. ശരിയല്ലോ. ഇവിടെ പത്രോസിനെ പ്രസംഗിച്ചപ്പോൾ കുത്തുകൊണ്ടോ സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസിന്റെ പ്രസംഗത്തിനകത്ത് 7 പോയിന്റുകളുണ്ട്. പണ്ടൊക്കെ സഭയുടെ 7 അടിസ്ഥാന ഉപദേശം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. അത് മാത്രമല്ല, അടിസ്ഥാന ഉപദേശങ്ങൾ ധാരാളമുണ്ട്. എങ്കിലും ചിലരൊക്കെ 7 സ്റ്റെപ്സ് ഓഫ് ചർച്ച് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ 7 പടികൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കാറുണ്ട്. ചിലര് ബേസിക് ഡോക്ട്രിൻസ് എന്ന് പഠിപ്പിക്കാറുണ്ട്. എന്തായാലും പത്രോസിന്റെ പ്രസംഗത്തിൽ 7 പോയിന്റ് ഉണ്ടായി. ആ ഉപദേശങ്ങൾ ആമേൻ പത്രോസിനോട് പറയാൻ തുടങ്ങി. സ്വന്തം എന്തൊക്കെയാ? 2 അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 38 മുതൽ 42 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സസ് 38 to 42. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി 1 റിപ്പന്റൻസ്, മാനസാന്തരം. ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം വെച്ചു. 2 സ്നാനം. പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. 3 പരിശുദ്ധാത്മാവ്. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞു. 4 വേർപാട്. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. 5 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ചു. 5 അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിക്കുക. അപ്പം നുറുക്കിയും 6 കർത്തൃമേശ അപ്പം നുറുക്ക്. പ്രാർത്ഥന കഴിക്കുമ്പോൾ 7 പ്രാർത്ഥന. ഈ 7 കൂട്ടം കാര്യങ്ങൾ നമുക്കവിടെ കാണാനിടയായിരിക്കും. ചിലർ പഠിപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശവും കൂട്ടായ്മയും 2ആയിട്ട് തിരിച്ചിട്ട് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുക ഒന്നാക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാലും ശരി തന്നെ, അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല, വ്യാകുലപ്പെടേണ്ട. ഓരോരുത്തരുടെ അറിവനുസരിച്ച് അവരത് ഡിവൈഡ് ചെയ്തോട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ 7 അടിസ്ഥാനപരമായ കാര്യങ്ങൾ പത്രോസോടെ പ്രസംഗിക്കാനിടയായിരിക്കും. കേട്ടല്ലോ. ഈ 7 ഊന്നിക്കൊണ്ടാണ് നമ്മുടെ ആത്മീയ ശുശ്രൂഷകളെല്ലാം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ എത്ര പഴക്കമുള്ളവരാണെന്ന് പറഞ്ഞാലും ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെ കുറിച്ച്, ഈ 7 സ്റ്റെപ്സിനെ കുറിച്ച് നമ്മൾ ആഴമായി പഠിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ ഓരോ താമസം ഇടത്തെ ആഴ്ചകൾ ഈ ഓരോരോ വിഷയങ്ങൾ നമ്മൾ അല്പാൽപമായി ചിന്തിക്കുവാനിടയായിത്തീരുന്നു.
അപ്പോൾ അന്ന് 3000 പേര് അല്ലേ ഒറ്റ പ്രസംഗത്തിൽ എന്ത് ചെയ്തു? ഇന്ന് 3000 പ്രസംഗിച്ച ഒരാളെ കിട്ടാൻ വലിയ പാടുള്ള കാലമാണ്. ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെട്ടു. നീ ഒന്നുകൂടെ പറഞ്ഞാൽ മോശ പ്രമാണവും കൊണ്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച ഒരു കൂട്ടം ആളുകൾ കാളക്കുട്ടിയുടെ മുമ്പിൽ എന്ത് ചെയ്യുക? ഭയങ്കര ആരാധന കൂടുതൽ നോക്കിയാൽ ഭയങ്കര സൗണ്ടാ. അടുത്ത് വന്നപ്പോൾ അറിയുന്നത് ഇത് ദൈവത്തെ ആരാധിക്കുകയല്ല, വലിയ കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുകയാണ്. കുന്നത്തൊക്കെ കൊണ്ടുവന്ന് അവരത് ഉരുക്കി കാളക്കുട്ടി ഉണ്ടാക്കി അവരുടെ വായിക്കുമ്പോൾ പറയുന്നത് ഇസ്രായേൽ മക്കൾ അന്ന് മുതൽ ചിന്തിച്ചില്ല, ആവരണം ധരിച്ചില്ല. അത് വേറെ വിഷയമാണ്, ഇപ്പൊ അങ്ങോട്ട് പോകുന്നില്ല. അപ്പം അവരുടെ കുടുംബെല്ലാം കൂടി അവർക്ക് പ്രശ്നം ഉണ്ടാക്കി കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിച്ചു. ആരാധനയുടെ ശബ്ദം കേട്ടു. താഴേക്ക് വന്നപ്പോൾ മോശയ്ക്ക് മനസ്സിലായി കാളക്കുട്ടി ഉണ്ടാക്കി എന്ത് ചെയ്യുക? ആരാധിക്കുക. അവിടെ നിന്ന് ഒറ്റ പ്രഖ്യാപനം. എന്താ പ്രഖ്യാപനം? യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. 12 ഗോത്രങ്ങളിൽ ഒന്നടങ്കം നിന്ന് കാളക്കുട്ടിയുടെ ആരാധനയിൽ മുഴുകിയിരിക്കുമ്പോൾ ഒരൊറ്റ പ്രഖ്യാപനം, യഹോവയുടെ പക്ഷത്തുള്ളവൻ മാറി നിൽക്കട്ടെ. സ്തോത്രം. അകത്ത് നിൽക്കുകയാണെങ്കിലും ഞെരുങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടു നിന്ന അല്ലേ? നമുക്കറിയാം, നമ്മുടെ പല ആളുകളും മക്കമാലും യാക്കോബാലും ചീയലും കത്തോലിക്കലും ഒക്കെ സത്യം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഞെരുങ്ങിയൊക്കെ നിൽക്കാറുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് മാറി നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ ആമേൻ അങ്ങനെ മാറി വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഓരോരുടെ പക്ഷത്തോട് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആമേൻ ആ സ്റ്റേറ്റ്മെന്റ് കേട്ടാൽ ലേവി ഗോത്രം ചാടി മുമ്പി വന്നു. സ്തോത്രം. മോശ പറഞ്ഞു, ആമേൻ അപ്പനെന്നോ അമ്മയെന്നോ ചേട്ടനെന്നോ അമ്മാച്ചനെന്നോ ശേഷകാരനെന്നോ ഒന്നും നോക്കണ്ട, വെട്ടിക്കൂട്ടിയേക്കാൻ പറഞ്ഞു. സ്തോത്രം. മുഖം നോക്കാതെ വാടൂരി വെട്ടി ആമേൻ അക്ഷരത്തിന്റെ പ്രമാണം ഇറങ്ങി വന്നപ്പോൾ 3000 എണ്ണത്തെ താഴ്വരയിൽ വെട്ടിക്കൂട്ടി. സ്തോത്രം. നിങ്ങൾക്ക് എന്ത് അറിയാമോ? ആ കാളക്കുട്ടിയെടുത്ത് തീയിലിട്ട് ചുട്ട് വെള്ളത്തിൽ കലക്കി കേട്ടിച്ചെന്ന് എല്ലാവരെയും കുടിപ്പിക്കാൻ പറ്റും. സ്തോത്രം. ആമേൻ. ഞാൻ പറഞ്ഞു വന്നത് അക്ഷരത്തിന് പ്രമാണം ഇറങ്ങി വന്നപ്പോൾ 3000 എണ്ണം കൊല്ലപ്പെട്ടെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ ആത്മാവിന്റെ പ്രമാണം ഇറങ്ങി വന്നപ്പോൾ 3000 പേർ ജീവൻ പ്രാപിച്ച് കർത്താവിനോട് ചേരുവാനിടയായിരുന്നു. ഇതിനെടുത്ത് വിളിച്ചവൻ അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ അങ്ങനെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ഈ ജീവന്റെ പ്രമാണം, ഈ ഉപദേശങ്ങൾക്ക് വേണ്ടി ദൈവമക്കൾ പോരാടണം, ദൈവമക്കൾ യുദ്ധം ചെയ്യണം. ഉദാഹരണത്തിന് നമ്മുടെ ഇടയിൽ ഒരാൾ എഴുന്നേറ്റ് പറയുക, അന്യഭാഷ നിന്നുപോയി, ആത്മാവിന്റെ കൃപകളും കണക്കുകളും ഒന്നുമില്ല, അത് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് അതില്ല എന്ന് പറയുമ്പോൾ അകത്ത് ആമേൻ ആ അനുഭവമുള്ളവരും ഈ ഉപദേശം സംരക്ഷിക്കുവാൻ ആമേൻ ഫലമേൽപ്പിക്കപ്പെട്ടവരുമായ ദൈവമക്കൾ എഴുന്നേറ്റ് അനുഭവത്തിന് വേണ്ടി നിൽക്കണം. ഇന്ന് പെന്തക്കോസ്ത് പ്രമാണങ്ങൾ വഴിമാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലെ? പെന്തക്കോസ്തിന് 4-5 തലമുറയായി കഴിഞ്ഞപ്പോഴത്തേക്ക് പണ്ടത്തെ പിതാക്കന്മാരിട്ട പല അതിരുകളും നമ്മുടെ വേറുപടിയോട് പറഞ്ഞ പോലെ മാന്താനും മാറ്റാനും ഒക്കെ തുടങ്ങിയിട്ടുള്ള കാലഘട്ടത്തിലാണ് നവായിരിക്കുന്നത്. പല അതിരുകളും എന്താ തുടങ്ങി? പലരും മാന്താനും മാറ്റാനും തുടങ്ങി. സ്തോത്രം. അങ്ങനെ പലരും പറയാറുണ്ട്, അന്നത്തെ അപ്പച്ചന്മാർക്ക് വിവരമില്ലാഞ്ഞതുകൊണ്ട്, അവർക്ക് പണമില്ലാഞ്ഞതുകൊണ്ട്, അവർക്ക് അല്ലെങ്കിൽ അത്രയും ഗ്രാഹ്യം ഇല്ലാഞ്ഞതുകൊണ്ടാ അങ്ങനെയൊക്കെ തീരുമാനം എടുത്തു പോയത്. നമ്മള് മോഡേൺ തലമുറയല്ലേ, ന്യൂ ജനറേഷൻ അല്ലേ? പണ്ടത്തെ അപ്പച്ചന്മാരെ കൊണ്ട് എനിക്ക് ചിന്താഗതി കൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ എന്ന് ചോദിക്കുന്നു. സ്തോത്രം. എന്നാൽ അവൻ ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നുണ്ട്, അവൻ പിതാക്കന്മാർ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിന്നതുകൊണ്ടും അതിന് കണ്ണീരൊഴിക്കുന്നത് കൊണ്ടും അതിന് ഉപയോഗിച്ചത് കൊണ്ടുമാണ് എനിക്ക് വേണ്ട തലമുറയ്ക്ക് ഈ നിലവാരത്തിൽ എത്താൻ ഇടയായതെന്ന് അവൻ പെന്തക്കോസ്തിന്റെ 4-ാം തലമുറയായാലും 5-ാം തലമുറയായാലും ഒരേ പ്രത്യേകം പറയുന്നുണ്ട്. എന്നാൽ മുമ്പോട്ടും നമ്മുടെ തലമുറ നോക്കി നമ്മെ കുറിച്ച് പറയാനിടയാകുമോ? സ്തോത്രം. നമ്മുടെ പിതാക്കന്മാരുടെ അതിരുകളും അവരുടെ തീരുമാനവും അവർ കാണിച്ച വിശുദ്ധിയും അവരുടെ വേർപാടിന്റെ തീരുമാനവും ഒക്കെ തെറ്റായിരുന്നുവെങ്കിൽ ഈ നിലകളിലൊക്കെ ഈ നിലവാരത്തിൽ നമുക്കിവിടെ ദൈവത്തെ ആരാധിക്കാൻ കഴിയുമായിരുന്നോ? ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ പ്രകാശിപ്പിച്ചു നൽകിയ ഉപദേശ സത്യങ്ങൾക്ക് വേണ്ടി അവരുടെ ദൂരോളം നിൽക്കുവാനിടയായി.
അവരുടെ മൂല്യത്തിന്റെ പേരിൽ അവൻ തല്ലുകൊണ്ട് എത്രയോ അമ്മച്ചിമാരുണ്ട്. സ്നാനപ്പെട്ടതിന്റെ പേരിൽ കൂട്ടം വിട്ടുപോയി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് തേപ്പട്ടിയെ പോലെ അടിച്ചോടിക്കപ്പെട്ട എത്രയോ ആളുകളുണ്ട്. അവൻ എത്രയോ പിതാക്കന്മാരുടെ മുടി വെട്ടാൻ ബാബർമാർ തയ്യാറായില്ല. കാരണം അവൻ സ്നാനപ്പെട്ടു പോയതുകൊണ്ട് അവന്റെ മുടി വെട്ടെടുക്കുന്ന എത്രയോ പള്ളി പ്രമാണികൾ ഓർവിട്ടത് നിമിത്തം ആ നിലയിൽ കഷ്ടപ്പെട്ട എത്രയോ പിതാക്കന്മാർ നെഞ്ചും നെറ്റിയും കൊടുത്ത വിശ്വാസത്തിന്റെ പിൻതലമുറക്കാരാണ് ഞാനും നിങ്ങളും. അവരുടെ പണം കൂടുമ്പോൾ, സാഹചര്യം കൂടുമ്പോൾ, സംവിധാനങ്ങൾ കൂടുമ്പോൾ ഉപദേശത്തെയും പ്രമാണത്തെയും കാറ്റിപ്പറത്തി ആരും ജീവിക്കരുത്. അത് ഒന്നാം തലമുറയിലെ ഉപദേശമാണ് അഞ്ചാം തലമുറയിൽ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ എത്ര തലമുറ മുന്നോട്ട് പോകുന്നു, ഉപദേശത്തിന് മാറ്റമില്ല. ഭക്ഷണ രീതികൾക്കും താമസ സൗകര്യത്തിനും ഡ്രസ് കോഡുകൾക്കും സ്വഭാവത്തിനും ഒക്കെ വ്യത്യാസങ്ങൾ വന്നേക്കാം. പക്ഷേ ഉപദേശത്തിന്, വിശ്വാസത്തിന് വ്യത്യാസമില്ല. അതുകൊണ്ട് പിതാക്കന്മാർ ഉയർത്തിപ്പിടിച്ച വിശ്വാസത്തെ മുറുകെ പിടിച്ച് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു തലമുറയാണ് ദൈവത്തിന് ആവശ്യം. ദൈവസഭ അവൻ പിതാക്കന്മാരുടെ ഉപദേശത്തിനും അടിസ്ഥാന ബന്ധത്തോട്ട് സത്യങ്ങൾക്കും വേണ്ടി ഉറച്ചു നിൽക്കുന്നതോർത്ത് ഒരു ശുശ്രൂഷ നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. വാസ്തവത്തിൽ അതുകൊണ്ട് തന്നെയാണ് കണ്ണമടച്ച് ഈ സഭയുടെ ശുശ്രൂഷയിലേക്ക് വരുവാൻ ഞാൻ തീരുമാനമെടുക്കുവാൻ കാരണം. ആയതുകൊണ്ടോ ഔദാര്യമായതുകൊണ്ടോ രൂപയുടെ സ്ഥാനത്ത് ധനം ആയതുകൊണ്ടോ ഒന്നുമല്ല. അവൻ ഇവിടുത്തെ ഉപദേശവും ഇവിടുത്തെ വിശ്വാസവും ഇവിടുത്തെ പ്രമാണവും അവൻ ഞാൻ നിങ്ങളെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഈവൻ ഡ്രസ് കോഡുകളെ കുറിച്ച് പോലും ചില ലൈനുകൾ അതിനകത്ത് വായിക്കാനിടയായി. നിങ്ങൾ എത്ര പേര് വായിക്കുന്നത് എനിക്കറിയില്ല. അത് എത്ര പേര് പ്രാവർത്തികമാക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് തന്നെ അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം പോലും ഉണ്ടല്ലോ, അത് നന്നാവാനുള്ള ലക്ഷണം. നന്നായതിന്റെ ലക്ഷണമല്ല, അത് നന്നായതിന്റെ ലക്ഷണമല്ല, നന്നാകാനുള്ള ലക്ഷണം. നമുക്കറിയാമോ ഇന്നത്തെ ന്യൂ ജനറേഷൻ സഭകൾ സ്ലേയിങ് സ്പിരിറ്റ്, ലാഫിംഗ് സ്പിരിറ്റ്, ക്ലാപ്പിംഗ് സ്പിരിറ്റ്, വോമിറ്റിംഗ് സ്പിരിറ്റ്, എന്തെല്ലാം നടക്കുന്നത്? വിശുദ്ധ ചിരി, വിശുദ്ധ കൊല, വിശുദ്ധ ചാട്ടം, എല്ലാം വിശുദ്ധമാണ് അല്ലേ? ഉന്തി വീഴ്ത്ത്, ഊതി വീഴ്ത്ത്, വെള്ളി വീഴ്ത്ത്, എന്തെല്ലാം നടക്കുന്നത്? വേദപുസ്തകത്തിൽ പലരും വീണിട്ടുണ്ട്. പക്ഷെ കവലകളായിട്ട് ഞാൻ വായിക്കുന്നുണ്ട്. ഇത് മരത്തിൽ നിന്ന് പുറത്തുവന്നിരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വീഴുന്ന മരമാണ്. ഇന്ന് ആളുകൾ ചെയ്യുക, പുറപ്പിക്കുകയാണ്. ദാനിയേലും ലോകനാണ് വീണതെങ്ങനെയാണ് സ്തോത്രം. ഇങ്ങനെ എന്തെല്ലാം നടക്കുക? ഭക്തൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ഛർദ്ദിപ്പിക്കുക. പിശാച് വായിച്ചാൽ നടക്കുന്നുണ്ട്. കമ്മൗട്ടെന്നും എനിക്കറിയാം ഗ്രൂപ്പിലേക്ക് ഏതോ വർഷത്തിന്റെ പിശാച് വായിക്കുമ്പോൾ വായിക്കണം പറയും പോയത് വേറെ കൊടുക്കുന്നുണ്ട്. അവരാ വെളിയിലോ പിടിച്ചു ഇത് വന്ന് പിശാച് ഇവിടെ ആക്കുന്നത്. അപ്പൊ ആരാധനയിടയ്ക്ക് ബക്കറ്റ് കൊണ്ടുവെക്കുക, ഛർദ്ദിപ്പിക്കുക. നിങ്ങൾക്കറിയാമോ യൂറോപ്യൻ രാജ്യത്ത് ഒരു പാസ്റ്റൊന്നും പറയാനൊക്കത്തില്ല, നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയും. ഒരു മനുഷ്യനെ പാമ്പ് പിടിച്ചത് ഇതിന്റെ പത്രവാർത്തയായിരുന്നു. കാരണം മറ്റൊരു സുശേഷം 16 വാക്യങ്ങൾ വായിച്ചിട്ട് അവർ സർപ്പങ്ങളെ പിടിച്ചെടുത്തു എന്നുള്ള ആ വാക്യങ്ങളെ പിടിച്ചുകൊണ്ട് പാമ്പിനെ കൊണ്ട് സഭാകത്തിൽ അയാൾ അപ്പോഴും നന്നായി എന്ന് പറയും. ഇപ്പൊ എന്തെല്ലാം ഭ്രാന്ത മനുഷ്യർ കാണിക്കുന്നത്? സ്വന്തം പണ്ടൊക്കെ എവിടെയെങ്കിലും സുവിശേഷികളൊന്നും കേൾക്കുമ്പോൾ കണ്ണുടച്ച് ബൈബിൾ കൊടുത്ത ഓടാണ്. ഇന്ന് സുവിശേഷികളൊന്നും കേൾക്കുമ്പോൾ ആരാ നടത്തുന്നത്? ആരാ പ്രസംഗിക്കുന്നത്? ആരാ പാടാൻ വരുന്നത്? ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ ഗ്രാഹ്യം ഉണ്ടായതിനു ശേഷമേ ഒരു യോഗത്തിന് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പല മെഗാ കുട്ടികളിൽ ഞാൻ പോകാറുണ്ട്. കാരണം ഉപദേശവും വിശുദ്ധിയും വേർപാടും സത്യവും വചനവുമാണ് നമ്മുടെ പ്രമാണവുമാണ്. സ്വന്തം അതുകൊണ്ട് ഉപദേശത്തിന് വേണ്ടി നിൽക്കുക, സത്യത്തിന് വേണ്ടി നിൽക്കുക, അങ്ങനെ അറിഞ്ഞ പ്രമാണത്തിന് വേണ്ടി വീരോടെ നിൽക്കുക. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ധാരാളം നൂതന ഉപദേശങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സഭകൾ. അങ്ങനെ വേർപാടിന്റെ എല്ലാ അഭിനും ചിന്തിച്ചു കിടക്കുകയാണ്. സ്തോത്രം. പേരൊന്നും എടുത്തു പറഞ്ഞ് ആരെയും ബ്ലെയിം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും നമ്മൾ കോട്ടയം മുതലായ പട്ടണങ്ങളിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നത് ന്യൂ ജനറേഷൻ സഭകളും അവൻ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പരാജിതനാണ്. ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നമുക്ക് വേണ്ട, അത് പരാജയപ്പെട്ട യേശുവാണെന്നാണ് പ്രസംഗിക്കുന്നത്. സ്നാനപ്പെടാത്തവരും കത്തുവേഷി കൊടുക്കുന്ന സമ്പ്രദായങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
സ്വന്തം പല നിലകളിൽ ഉപദേശം അഴിച്ചുവിടുകയാണ്. നമ്മുടെ ഉപദേശം അഴിച്ചുവിട്ടാൽ അങ്ങനെ 5 സർവീസ് മാറി നടത്തിയാലും ഇരിക്കാൻ പറ്റാത്തവണ്ണം ആളിനകത്ത് കൂടും. അങ്ങനെ ആൾക്കൂട്ടമാണ് വിഷയം. നമ്മൾ ചിന്തിക്കുന്ന ആൾക്കൂട്ടമാണ് വിഷയമെന്ന്. ദൈവമായ ആൾക്കൂട്ടമാണ് വിഷയമെങ്കിൽ മക്കോസിന് മാറിയൂടി അല്ല ആത്മാവ് ഇറങ്ങേണ്ടത് എഴുത്തലും ദൈവാലയത്തിലാണ്. കാരണം അവിടെ ആള് കൂടുതലുണ്ടായിരുന്നു. പെട്ടെന്ന് വന്നവരാണ്. എന്നാൽ 120 പേരുന്ന കൂട്ടത്തിൽ ആത്മാവ് വരണമെങ്കിൽ ആൾക്കൂട്ടമല്ല ദൈവത്തിന് വിഷയം, വചന വ്യവസ്ഥയിൽ ആരാധിക്കുന്നവരാണ് ദൈവത്തിന് വിഷയം. അതുകൊണ്ട് ആൾക്കൂട്ടത്തിന് പുറകെ ഓടരുത്. ആളെ കൂട്ടാൻ ആർക്കും കഴിയും. എന്നാൽ വിശ്വാസത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി, അറിഞ്ഞ പ്രമാണത്തിന് വേണ്ടി വീരോടെ നിൽക്കുവാൻ ദൈവത്തോട് തയ്യാറാകണം. അതിനുവേണ്ടി പോരാടണം. പോരാടുക മാത്രമല്ല, അത് സംരക്ഷിക്കുവാനിടയായിത്തീരണം. മരണത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും എഴുതി വയ്ക്കാറൊക്കെ ഉണ്ടല്ലോ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പൗലോസിന്റെ സമാപന സന്ദേശത്തിൽ താൻ കുറിക്കുന്ന വരികൾ എന്താണത്? 2 Timothy chapter 4:7. No. ഞാൻ നല്ല പൊരുന്നു, ഓർക്കം തികച്ചു, വിശ്വാസം കാത്തു. മതി, ഞാൻ നല്ലപോലെ പൊരുന്നു, ഞാൻ പോരാടി, സ്തോത്രം, ഞാൻ പൊരുതി. ഞാൻ നിന്റെ വിശ്വാസം കാത്തു. ഏത് വിശ്വാസം? അതിവിശുദ്ധ വിശ്വാസം, പെന്തക്കോസ്ത് വിശ്വാസം. ഞാനത് കാത്തു. ദൈവത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഒരു വിവാഹാലോചന വരുമ്പോൾ, അല്ലെങ്കിൽ യൗവനക്കാർക്ക് അങ്ങനെ വിവാഹത്തിന് പ്രപ്പോസലുകൾ നടന്നു വരുമ്പോൾ, ഈ സമയങ്ങളിലൊക്കെ ഉപദേശം കാത്തു സൂക്ഷിക്കുന്ന എത്രവരുണ്ട് അല്ലേ? ഞാൻ സാധാരണ വിവാഹ ശുശ്രൂഷകളൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയാറുള്ളൊരു കാര്യമുണ്ട്. ABCD EFG അനുസരിച്ച ഇന്ന് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം A നോക്കും, ഏജ്, പിന്നെ B നോക്കും, ബ്യൂട്ടി, പിന്നെ C നോക്കും, കാസ്റ്റ്. കാസ്റ്റ് ഇപ്പൊ പെന്തക്കോസ്തിൽ ഏതാണെന്നുള്ളതാണ് അല്ലേ? അതുവരെ എഴുതി തുടങ്ങി ആളുകളായി. പിന്നെ D നോക്കും, സൗകര്യം, പിന്നെ E എഡ്യൂക്കേഷൻ, F ഫാമിലി. ഈ ABCD EF ഒത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ G എന്താ? ഗോഡ്. ആ നിലവാരത്തിൽ ഇന്ന് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. എത്രയോ മാതാപിതാക്കൾ ഇന്ന് ദുഃഖിക്കുന്നുണ്ടെന്നറിയാമോ? പല ബന്ധപ്പെട്ട സഭകളിൽ ദൈവത്തിലമില്ലാത്ത ചില ഡിനോമിനേഷനുകളിൽ നിന്നൊക്കെ പ്രപ്പോസലുകൾ വന്നപ്പോൾ പണം നോക്കിയും അമേരിക്ക നോക്കിയും ഇംഗ്ലണ്ട് നോക്കിയും സാഹചര്യം നോക്കിയൊക്കെ ചാടി വീണമെന്ന് കരയുന്ന എന്റെ മുമ്പിൽ ഒരു ശുശ്രൂഷ നിലയിൽ എന്നോട് കരഞ്ഞ് വിഷമം പറഞ്ഞിട്ടുള്ള എത്രയോ മാതാപിതാക്കൾ എനിക്കറിയാം. അതിനാ വിവേകം വേണമെന്ന് പറയുന്നത്. ദൈവഹിതമില്ലാത്ത നമ്മുടെ ഉപദേശത്തിനും നമ്മുടെ പ്രമാണത്തിനും ചേരാത്ത ഒരു ബന്ധത്തിൽ നമ്മുടെ തലമുറ ചെന്നുപെട്ടാൽ അവർക്കും അവരുടെ തലമുറയ്ക്കും സംഭവിക്കാൻ പോകുന്ന വിപത്ത് എന്താണെന്ന് കാലയെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവിന് വിവേകം എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് പണം എന്നൊരു വിഷയം. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ കോടിക്കണക്കിന് അസറ്റുള്ളതിനും ഒരു അസറ്റ് ഇല്ലാത്തതിന്റെ അവന്റെ ഔട്ട്പുട്ട് ഒന്ന് തന്നെ. ഇതിൽ എത്ര പേർ സന്തോഷത്തോടും സമാധാനത്തോടും കിടന്ന് ഉറങ്ങുന്നുള്ള വിഷയം. അത് താഴെ കിടന്നുറങ്ങിയാലും സ്പേസിൽ പോയി കട്ടിലെന്ന് ഉറങ്ങിയാലും സമാധാനത്തോടെ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ എത്ര പേർ ഉറങ്ങുന്നുള്ള വിഷയം. അത് കഞ്ഞി കുടിച്ചാലും വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ചാലും എത്ര പേര് സന്തോഷത്തോടെ തൃപ്തിയോടെ എഴുന്നേക്കുന്നുള്ള വിഷയം. സൈക്കിളിൽ നടന്നാലും വലിയ ആഡംബര വാഹനങ്ങൾ യാത്ര ചെയ്താലും എത്ര പേർ ആ യാത്ര എൻജോയ് ചെയ്യുന്നുള്ള വിഷയം. അതുകൊണ്ട് പണമല്ല സംവിധാനങ്ങളല്ല വിഷയം. എത്രയോ ധനവാന്മാരെ നമുക്കറിയാം. നമ്മള് പണമില്ലാത്തവരൊക്കെ വിചാരിക്കും കുറച്ച് പണമായി കഴിയുമ്പോൾ, കുറച്ച് സാഹചര്യമായി കഴിയുമ്പോൾ എല്ലാം റെഡിയാവുന്നില്ല. ഇതിന്റെ എല്ലാം ഔട്ട്പുട്ട് ഏകദേശം ഒന്ന് തന്നെയാണ്. എത്ര പേര് ദൈവകൃപയിൽ തൃപ്തിയോടെ ജീവിക്കുന്നു, തൃപ്തിയോടെ സമാധാനത്തോടെ ഉറങ്ങുന്നു, സമാധാനത്തോടെ ജീവിക്കുന്നു. അതാണ് ഇതിന്റെ എല്ലാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദൈവത്തിന് ആയാൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാൻ നാം തയ്യാറാകണം. ദൈവവചനം കാക്കുവാൻ,
വിശ്വാസം കാത്തുവാൻ പൗലോസിനെ പോലെ ധൈര്യത്തോടെ പറയണം, അവൻ എന്റെ വിശ്വാസം ഞാൻ കാത്തു. നിങ്ങൾക്കറിയാമോ, ഒരാഴ്ച 60 രൂപ സ്തോത്രാഴ്ച വാങ്ങിച്ചുകൊണ്ടിരുന്ന 94 കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ മണൽ വാരുന്നവരും കയറ് വിരിക്കുന്നവരുമായ വിശ്വാസികൾ സൈക്കിളിൽ എന്റെ വീട്ടിൽ നിന്ന് 12 കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞാൻ സഭ നടത്താൻ പോകുന്നത്. ഇത് ആദ്യത്തെ സഭയാണ് കേരളത്തിൽ. ഒരാഴ്ചയിൽ 60 രൂപ സ്തോത്രാഴ്ച വാങ്ങിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിലാണ് എന്നോട് ബാപ്റ്റിസ്റ്റുകാരൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരൻ ഒരു ലീഡർ വന്നിട്ട് പറഞ്ഞത്, നിങ്ങളെക്കൊണ്ട് സുവിശേഷം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, പെർ മന്ത് 6,000 രൂപീസ് നിങ്ങൾക്ക് സാലറി, പിന്നെ ഇൻക്രിമെന്റുകൾ എല്ലാ ഫെസിലിറ്റികളും തരാം, ഞങ്ങളിവിടെ ചേരാവുന്ന ചോദിച്ചു. ഞങ്ങൾ ഒന്നിച്ച് കോട്ടയത്ത് ന്യൂഇന്ത്യയിൽ BA കണീഷാൻ നടത്തിയ സെമിനാറിൽ സംബന്ധിക്കുമ്പോൾ ഒരു ലോഡ്ജിൽ ഒന്നിച്ച് താമസിച്ചു, 3 ദിവസം ഒന്നിച്ച് താമസിച്ചു. ഇതൊന്ന് ഞങ്ങൾ ബായി പറഞ്ഞ് പിരിയാനായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞാണ്, നിങ്ങളെക്കൊണ്ട് സുവിശേഷം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഈ പറയപ്പെട്ട എല്ലാ ഫെസിലിറ്റികളും തരാമെന്ന്. സ്തോത്രം. ഞാൻ പറഞ്ഞു, പണത്തിന് വേണ്ടിയല്ല ഞാൻ സുവിശേഷത്തിലേക്ക് ഇറങ്ങിയത്. സ്തോത്രം. എനിക്കൊരു ഉപദേശമുണ്ട്, എനിക്കൊരു വിശ്വാസമുണ്ട്. 60,000 ആക്കാനോ 6 ലക്ഷം ആക്കാനോ കഴിയുന്നതിലോ ഞാൻ പേടിക്കുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞ് എന്റെ വിശ്വാസത്തിനും എന്റെ ഉപദേശത്തിനും വേണ്ടി നിൽക്കാനിടയായി. ഒരുപക്ഷെ ഞാനെടുത്ത തീരുമാനമായിരിക്കാം ഇവിടം വരെ ദൈവം തമ്പുരാൻ എന്നെ കൊണ്ട് എത്തിച്ചുവെന്ന് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ ഇടം വലം നോക്കാതെ, ഫെസിലിറ്റികൾ നോക്കാതെ, വിശ്വാസത്തിന് വേണ്ടി ഉപദേശത്തിന് വേണ്ടി നിൽക്കാൻ ആര് തയ്യാറാകുമോ അവരെയും അവരുടെ തലമുറകളെയും ആദരിക്കുന്ന ദൈവമുണ്ട്. നിങ്ങൾക്കറിയാമോ, യേശുനാമക്കാരുടെ കൂടെയും ശാബതുകാരുടെ ഒക്കെ കൂടെ പോയി സായിപ്പന്മാരോടൊപ്പം ചേർന്ന് അവരുടെ വിശ്വാസം അംഗീകരിച്ച് നീങ്ങുന്ന അനേക നേതാക്കന്മാരെ പോലും നമുക്ക് ആത്മീയവളത്തിൽ കാണാനിടയായിത്തീരും. സ്തോത്രം. എന്തെല്ലാം ജീവിതത്തിൽ ഉന്നമനങ്ങൾ കടണമെന്ന് പറഞ്ഞാലും വാർഷിക സഹോദരങ്ങളെ, നിങ്ങളാകട്ടെ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയാകട്ടെ, ഈ പെന്തക്കോസ്ത് വിശ്വാസവും പ്രമാണവും വിട്ടുള്ള തീരുമാനത്തിന് വേണ്ടി പോകരുത്. കൈപ്പുള്ള വെള്ളം കുടിക്കേണ്ടി വന്നാലും കൽപ്പന പോലെ നടക്കുവാനുള്ള തീരുമാനം നമുക്കുണ്ടാകണം. ആമേൻ. നിങ്ങൾക്കറിയാമോ, നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായ എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതിനു മുമ്പ് ഈ ഭൂമിയിൽ നടക്കേണ്ട ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് വിശ്വാസത്യാഗം സംഭവിക്കുകയാണ്. ആമേൻ. ആ വാക്യങ്ങൾ വായിച്ച് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. 2 തെസ്സലോനി 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 2 തെസ്സലോനി 2-ന്റെ 1 മുതൽ 3 വരെ. കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്നുള്ള ഭാവത്താലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടുകയും ചെയ്യരുത്. ശ്രദ്ധിക്കുക, ആരും ഏത് വിജയനെയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും എന്നുവെച്ചാൽ ഇന്ന് മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസ പ്രമാണങ്ങളെ കാട്ടി പറത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂമിയിൽ ഉണ്ടാകും. സ്തോത്രം. വിശ്വാസത്യാഗം സംഭവിക്കും. അത് സംഭവിച്ചു കഴിയുമ്പോൾ നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ വെളിപ്പെട്ടു വരുവാനിടയായി തീരും. എതിർ ക്രിസ്തുവിന്റെ പല പേരുകളാണ് പറഞ്ഞിരിക്കുന്നത്. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ വെളിപ്പാട് പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് വിഭാഗങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറയാറുണ്ട്. ഒരിക്കലും ഒരു മറ്റ് ജാതിയിൽപ്പെട്ട ഒരു സമ്മേളനം ഒന്നും വിളിച്ചു കൂട്ടിക്കൊണ്ട് എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. സ്തോത്രം. നമ്മളെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യണമെങ്കിൽ ഒരു പീസ് ഫെസ്റ്റിവൽ എന്നും പറഞ്ഞ് എതിർ ക്രിസ്തു ഒരു മീറ്റിംഗ് വെച്ചുകൊണ്ട് രംഗപ്രവേശനം ചെയ്താൽ നമ്മിൽ പലരെയും പെട്ടെന്ന് പിടിച്ചുകൂട്ടാൻ കഴിയും. സ്തോത്രം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഒരു രണ്ട് കൊമ്പും ഒരു വാനും ഒരു കറുത്ത മുഖമായിട്ട് പിശാച് നമ്മളെ ഒരു ചാടി വന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും? അറിയാവുന്ന നിലയിൽ ഒരു ശക്തിപ്പെട്ട് സാധിക്കും അല്ലേ? അയ്യോ വന്നാട്ടെ ഇരുന്നാണെന്ന് പറയൂ. അയ്യോ ഇല്ല.
അതേസമയം വെള്ളം കൊണ്ടുവരുമെങ്കിൽ ഒരു കാലം കൂടെ കറുത്ത വൈറോക്കിയാൽ ഇല്ലായിരുന്നല്ലോ. നമ്മളൊന്ന് അറയ്ക്കും. എന്താ കാര്യം? സ്തോത്രം. നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ് ഇല്ലേ? എന്ന് പറയുന്ന പോലെ നമ്മളെ ഏത് ട്രാപ്പിലകത്ത് ആക്കണമെന്ന് വിചാരിക്കാം. അതിന്റെ തന്ത്രങ്ങളുമായി അവൻ കടന്നു വരുമ്പോൾ അവൻ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി എതിർത്ത് നിൽക്കുവാൻ ദൈവമക്കൾക്കിടയായി തീരണം. ഉണ്ണുന്നതെല്ലാം പൊന്നല്ല, വെളുത്തതെല്ലാം താലല്ല. ഇതൊക്കെ വിവേചിച്ച് മനസ്സിലാക്കുവാനുള്ള വിവേചനപരം ദൈവജനം പ്രാപിക്കണം. ഈ ഭൂമിയിൽ ആമേൻ ഭരണത്തിന് വേണ്ടി അധർമ്മമൂർത്തിയും നാശയോഗ്യനുമായി വെളിപ്പെടുന്നതിന് മുമ്പേ വിശ്വാസത്യാഗം സംഭവിക്കും. അതാണ് യേശുക്രിസ്തു ചോദിച്ചത്, ഭൂമിയിലെ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാണ്. നിങ്ങൾക്കറിയാമോ, പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങൾ എന്ന് പറയുന്നത്, ശരിക്കനെ ഒരു ദൈവവൈകലിനെ പുറകോട്ട് വലിക്കുക എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാതെ, യോഗത്തിന് പോകാതെ, വചനം കേൾക്കാതെ, ഘോഷിക്കാതെ, വിശുദ്ധ ജീവിതം നയിക്കാതെ എന്ത് ചെയ്യാം? പുറകോട്ട് വലിക്കുക. പുറകോട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത തന്ത്രം എന്ന് പറയുന്നത് മുമ്പോട്ട് വിടുന്നതാണ്. നമ്മെ പലരെയും പുറകോട്ട് വലിക്കാൻ പറ്റില്ല. സ്തോത്രം. നമ്മെ പലരെയും മുമ്പോട്ട് തള്ളാൻ പറ്റും. സ്തോത്രം. അതിവിശുദ്ധി പിശാച് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സ്തോത്രം പിന്നെ മുമ്പോട്ടുള്ള തള്ളാൻ. സ്തോത്രം. അഹങ്കാരവും നിങ്ങളവും അഹംഭാവവും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്ന് ആരെയും വകവയ്ക്കാത്ത നിലയിൽ നമ്മളെ പിടിച്ച് മുമ്പോട്ട് തള്ളാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുമ്പോട്ട് തള്ളിയാലും വീഴരുത്, പുറകോട്ട് വലിച്ചാലും പോകരുത്. ഒരു ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഞാൻ ബോംബെയിൽ ശിശുവിന്റെ സന്ദർഭത്തിൽ അവിടെ അദ്ദേഹത്തിന് മുമ്പോട്ട് വിളിച്ചാൽ കഴിയും. അദ്ദേഹത്തിന്റെ ഭയങ്കര ആത്മാവ് വരും, പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ വൈഫിന്റെ ഏറ്റാണ് മോള് വീട്ടിലേക്ക് വിളിക്കുകയാണ്. ദിവസം രാവിലെ അദ്ദേഹം എഴുന്നേറ്റ് അദ്ദേഹത്തിന് നടത്തി വിളിക്കുന്ന മണി കിച്ചണിൽ കയറുന്ന പ്രാർത്ഥിച്ചു. രാവിലെയൊക്കെ 11 മണി വരെ ഒന്നും ചെയ്തേ പ്രാർത്ഥനയാണ്. പക്ഷെ എവിടെ കഴിഞ്ഞ് ചെയ്തു? അമ്മാമ്മ മുടിക്കും പോയില്ല, മോളൊന്ന് കോളേജിലും പോയില്ല. ചോദിക്കാൻ പറ്റുമോ? ചോദിച്ചാൽ പിന്നെ പ്രശ്നം. എന്റെ പ്രാർത്ഥനയ്ക്കെതിരെ എന്റെ ഭാര്യ എന്റെ മോളും അതിശക്തമായിട്ട് എഴുന്നേറ്റിരിക്കുന്നു. സഭ എന്ത് ചെയ്യണം? സഭയെ സാക്ഷിയാവും അല്ലേ? എന്ന് പറയുന്ന പോലെ എവിടെ നിന്ന് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, ഈ വക കാര്യങ്ങളെ കുറിച്ചൊക്കെ ദൈവമക്കൾ നിർണയമുള്ളവരാകണം. സ്വന്തം വിശാലി പിടിച്ച് മുമ്പോട്ട് തള്ളാനിടയാകരുത്. ഞാനീ ലോകത്തിലേക്ക് ഏറ്റവും വിശുദ്ധ, ഏറ്റവും നല്ല വിശുദ്ധൻ, ബാക്കിയുള്ളവരെല്ലാം അഴിക്കാണ് എന്നുള്ള ചിന്ത അകത്ത് കയറാനിടയാകരുത്. ദൈവത്തിന് അതിജീവിമാനാകരുത്. സ്തോത്രം. നാമാരാണെന്നുള്ള ബോധത്തോടുകൂടെ ദൈവത്തിൽ താണിരിക്കാൻ ദൈവം നമ്മെ വിളിച്ചാഗ്രഹിക്കുന്നു. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായ വെളിപ്പെടും. അതിനു മുമ്പേ വിശ്വാസത്യാഗം സംഭവിക്കും. അറിയാൽ നമ്മുടെ മേൽ ഭയം ഏൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി മരണം വരെ അവനെ ജീവനുള്ള കാലത്തോളം പോരാടുക. ദൈവസഭയ്ക്കകത്ത് നൂതന ഉപദേശങ്ങൾ കൊണ്ടുവന്ന് സ്ഥാപിക്കുവാൻ ആരെങ്കിലും ശ്രമിച്ചാൽ പ്രമാണമുള്ള, ഉപദേശമുള്ള, വിശുദ്ധിയുള്ള, വേർപാടുള്ള ആമേൻ പിതാക്കന്മാർ, മാതാക്കൾ, സഹോദരി സഹോദരന്മാർ വിശ്വാസത്തിന് വേണ്ടി ധൈര്യത്തോടെ നിവരയിൽ നിന്ന് പിതാക്കന്മാരാൽ ദൈവവചനത്താൽ ഫലമേൽപ്പിക്കപ്പെട്ട ഉപദേശത്തെ പോരാടി സംരക്ഷിക്കുവാൻ ഇടയാകുമ്പോൾ നമ്മുടെ തമ്മിലുള്ള വേഗം വചനപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ പകർന്ന് ദൈവം നമ്മെ അനുഗ്രഹിക്കാനായിട്ട് പ്രാഥമിക വിശുദ്ധന്മാർ